ഞാൻ പൊന്നപ്പൻ, പാറമട പൊന്നപ്പൻ എന്ന് പറയും. റോക്കി സാറിനെ അന്വേഷിച്ച് എസ്റ്റേറ്റിൽ നിന്ന് വന്നതാ. ഓ, ഇച്ചായൻ ഇവിടെ ഇല്ല. എസ്റ്റേറ്റിലെ ജോലിക്ക് ഇനി വരാനും പോകുന്നില്ല. അതെന്താ, വല്ല സൂക്കേട് പിടിച്ചോ? അതോ വേറെ വല്ല കോളും ഒത്തോ? രണ്ടും അല്ല, പാറമട എസ്റ്റേറ്റിലെ ജോലി ഇനി വേണ്ടെന്ന് വെച്ചേക്കുവാ. ആ, അപ്പൊ ലോട്ടറി അടിച്ചു. എന്തൊക്കെയോ ഇടപാടിന് വേണ്ടിയിട്ടാ കുറച്ചു ദിവസത്തെ ലീവ് എടുത്ത് പോരുന്നതെന്ന് എന്നോട് പറഞ്ഞിരുന്നു. വൈകുന്ന കണ്ടപ്പോ എനിക്ക് തോന്നി ഇടപാടങ്ങോട്ട് നടന്നു കാണുമെന്ന്. ഒരിടപാടും നടന്നിട്ടില്ല. ഇച്ചായൻ എസ്റ്റേറ്റിലേക്ക് വന്ന ആളാകെ മാറും. അതുകൊണ്ട് ഞാൻ വിടാഞ്ഞിട്ടാ. അത് നേരാ. കാട് കയറിയാ പിന്നെ ഒറ്റയാനാ റോക്കി സാറ്. അതല്ലേ മുതലാളിക്ക് ഇത്ര ഇഷ്ടം. തൊഴിലാളികളെയൊക്കെ വിറപ്പിച്ച് നിർത്തും. അവിടെ ഞാൻ മാത്രമേ ഉള്ളൊരു കമ്പനി. അല്ല, കമ്പനി തന്നെ. അല്ല, എന്നതാ പേരെന്ന് പറഞ്ഞേ? പാറമട പൊന്നപ്പൻ. 20 കൊല്ലം മുമ്പ് പാറമട എസ്റ്റേറ്റ് തുടങ്ങിയപ്പോൾ തൊട്ട് അതിൻ്റെ താക്കോൽ എൻ്റെ കയ്യിലാ. വാച്ചറാണേലും വലിയ മുതലാളിയുടെ വലം കൈയും കൂടിയാ. എനിക്കെന്തോ റോക്കി സാറിനോട് വലിയ കാര്യമാണ്, സാറിന് എന്നോടും. എന്നാ ആ കാര്യമൊക്കെ കഴിഞ്ഞെന്ന് കൂട്ടിക്കോ. ഇനി റോക്കിച്ചായൻ ഇവിടം വിട്ട് എങ്ങോട്ടേക്കും ഇല്ല. ഇതെന്റെ തീരുമാനം. അതിനപ്പുറം ഇച്ചായൻ ചലിക്കത്തില്ല. ശരി. അല്ലേലും അച്ചിക്കടങ്ങിയാ പിന്നെ ആനക്കാവലിനും പറ്റില്ല. ഒന്ന് നിന്നേ. റോക്കി സാർ വരുന്നില്ലേല് വരണ്ട. പക്ഷേ വാടക പോലും കൊടുക്കാതെ നിങ്ങൾ താമസിക്കുന്ന ഈ വീടുണ്ടല്ലോ, ഇത് മാണിച്ച മുതലാളിയുടെ വകയാ. റോക്കി സാർ വരുന്നില്ലെങ്കിൽ ഇതിന്റെ താക്കോലും കണ്ടങ്ങ് ചെന്നാ മതിയെന്നാ മുതലാളി പറഞ്ഞിരിക്കുന്നത്. അത് വാടക അങ്ങ് തന്നേച്ചാ പോരെ? എത്ര തരും? അതെന്നത്തിനാ തന്നോട് പറയുന്നേ? കണക്കൊക്കെ ഇച്ചായനും മുതലാളിയും കൂടെ അങ്ങ് നേരിട്ട് തീർത്തോളും. എപ്പോ? അതും താൻ അറിയണ്ട. ഇച്ചായൻ സൗകര്യം പോലെ അങ്ങ് വന്നോളും. താൻ പൊയ്ക്കോ. അത് പറ്റത്തില്ലല്ലോ കൊച്ചേ. തന്തയും വാക്കും ഒന്നേ പാടുള്ളൂ എന്ന് തരക്കാരനാ മാണിച്ച മുതലാളി. അതുകൊണ്ട് ഒന്നുകിൽ ഈ വീടിന്റെ താക്കോല്, അതല്ലെങ്കിൽ റോക്കി സാർ. രണ്ടിലൊന്നുമായിട്ടേ പൊന്നപ്പൻ ഇവിടുന്ന് പാറമടയ്ക്ക് തിരിച്ചു പോകൂ. പാറമട ഒന്ന് ഇങ്ങോട്ട് വന്നേ. വാ, പിടിക്കാ കാര്യം പറ. അവള് കേക്കണ്ട, ഇനി പറഞ്ഞോ. എന്നാലും സാറിത് എന്തോന്നു പണിയാ കാണിച്ചേ? കുറച്ച് ദിവസത്തെ അവധി എന്ന് പറഞ്ഞ് പോന്നിട്ട് ദിവസം ഇപ്പൊ എത്രയായി? മുതലാളി അവിടെ വിരളി പിടിച്ച് നടക്കുക. അതിന് മുതലാളിയുടെ കാര്യത്തിനും കൂടി വേണ്ടിയിട്ടല്ലേ ഞാൻ ഇങ്ങോട്ട് പോന്നത്. അത് പാറമടയ്ക്ക് അറിയത്തില്ലയോ? എന്തൊക്കെയോ ഇടപാടുണ്ടെന്നല്ലാതെ അതെന്താണെന്നൊന്നും സാറോ മുതലാളിയോ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. അത് പിന്നെ അമേരിക്കൻ കമ്പനിക്കാർ കണ്ണുവെച്ച് നടന്ന എൻ്റെ തറവാടില്ലേ, അതില് മാണിച്ച മുതലാളിക്ക് ഒരു നോട്ടമുണ്ട്. എൻ്റെ മരുമോളുടെ പേരിലാണ് അതിപ്പോൾ ഉള്ളത്. അവളെ പാട്ടിലാക്കി അതിങ്ങ് എഴുതി കിട്ടിയ മുതലാളി വാങ്ങിച്ചോളാന്നാ പറഞ്ഞിരിക്കുന്നത്. കോടിയുടെ മുതലാ. എന്നിട്ട് വല്ലതും നടന്നോ? ഏതാണ്ടൊക്കെ ഒന്ന് അടുത്ത് വന്നതാ. പക്ഷെങ്കിൽ അവസാന നിമിഷം ഒന്ന് വഴുതിപ്പോയി. എന്നാലും കൈവിട്ടു പോയി എന്നൊന്നും പറയാനൊക്കത്തില്ല. ഞാൻ വിരിച്ച വലയിൽ തന്നെ അത് വന്ന് വീഴും. പക്ഷെങ്കിൽ കുറച്ച് സമയം പിടിക്കും. എങ്കിൽ ആ വിരിച്ച വല ഇവിടെ തന്നെ വെച്ചേച്ച് സാർ അങ്ങോട്ട് പോരെ. വല്ലതും വന്ന് വീഴുന്നെന്ന് തോന്നിയാ ഉടനെ വിളിച്ചു പറയാൻ ഭാര്യ ഏർപ്പാടാക്കിയാ മതി. അതാ പാറമട പ്രശ്നം. അവളുടെ ബുദ്ധിയല്ല ഇതുവരെ കാര്യങ്ങളൊക്കെ നടന്നത്. മാണിച്ച മുതലാളി ഇടയിലുള്ള കാര്യം ഞാൻ അവളോട് പറഞ്ഞിട്ടുമില്ല. ആ സ്ഥിതിക്ക് അതൊരു പരുവത്തിലെത്തിക്കാതെ ഗ്ലാഡിസ് വിടുവോന്ന്. എന്ന് പറഞ്ഞാൽ എങ്ങനാ സാറേ? മുതലാളിയെ പിണയ്ക്കാനുള്ള വിവരം അറിയാമല്ലോ. ജന്മം തൊലഞ്ഞു പോവും. ഭാര്യയോട് കാര്യം തുറന്നു പറ. സാറ് തിരിച്ചു എന്നില്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കേണ്ടി വരുമെന്ന് ഞാനും പറഞ്ഞിട്ടുണ്ട്. എന്നതായാലും ഞാനൊന്ന് ആലോചിക്കട്ടെ. ആലോചിക്കാൻ എവിടുന്നാ സമയം? മുതലാളി വേറെ എന്തൊക്കെയോ വമ്പൻ പദ്ധതികൾ ആലോചിക്കുന്നുണ്ട്. അതിൻ്റെ ഒക്കെ മുമ്പിൽ സാറിനെ തന്നെയാ കണ്ടിരിക്കുന്നത്. നാളെ ഉച്ചയ്ക്ക് മുമ്പ് ആളവിടെ എത്തിയില്ലെങ്കിൽ കളി മാറുവേ. ഛേ, എന്നതാ ഇപ്പം ചെയ്യുന്നേ? ഇതൊന്നും പറഞ്ഞാൽ ഗ്ലാഡിസിന്റെ തലയിലോട്ട് കയറത്തൂല. എസ്റ്റേറ്റിലെ നമ്മളെ ഇടപാടത്ര ശരിയല്ലെന്ന് അവക്കെന്തോ സംശയമുണ്ട്. ഇനി അങ്ങോട്ട് തിരിച്ചു പോയാ ചത്തുകളയുന്ന ഭീഷണി. ഇതൊക്കെ പെണ്ണുങ്ങളുടെ ഒരു നമ്പരാ സാറേ. നമ്മളെ അതിന് ഒതുങ്ങി കിട്ടുമെന്ന് തോന്നിയാ ചേലത്തുമ്പി കെട്ടി നടത്തും അവര്. കാടിളക്കി നടന്ന കൊമ്പൻ തൊഴുത്തേൽ ഒതുങ്ങണോ? കൂടെ നിന്നാ മാണിച്ച മുതലാളി ദൈവമാ, ഇല്ലെങ്കിൽ കാലനും. അതും കൂടി ഓർത്തു വേണം സാറൊരു തീരുമാനത്തിലെത്താൻ. കയ്യിൽ കാശില്ലാതെ ജീവിക്കാനൊക്കത്തില്ല. അത് ഗ്ലാഡിസിനും അറിയാം. നാദിരയോട്ട് ഒതുക്കാനും ഒത്തില്ല. മുതലാളിയും കൂടി പിണങ്ങിന്ന് വന്നാ പെരുവഴിയിലാവുന്നുള്ള കാര്യം ഉറപ്പാ.
അതിലപ്പുറം ഇനി വേറൊന്നും ചിന്തിക്കണ്ട സാറേ. ഇപ്പം തന്നെ ഇറങ്ങിയ നമുക്കിന്ന് പൊന്നപ്പൻ്റെ സങ്കേതത്തിൽ വിശദമായിട്ടൊന്ന് കൂടിയിട്ട് നാളെ കാലത്ത് മുതലാളിയെ ചെന്ന് കാണാം. എത്ര നാളായി സാറേ നമ്മളൊന്ന് കാടിളക്കിയിട്ട്. എന്നതായാലും പാറമട ആദ്യം ഇവിടുന്ന് ഇറങ്ങിക്കും. ഗ്ലാഡിസിനെ ഒന്ന് പറഞ്ഞ് മയപ്പെടുത്തിയിട്ട് ഞാൻ പുറകെ തന്നെ അങ്ങെത്താം. ഉറപ്പാണല്ലോ. റോക്കി സാറ് നാളെ കാലത്ത് മുതലാളിയുടെ മുമ്പിൽ എത്തുമെന്ന് ഞാൻ ചെന്നറിയിക്കും. അറിയിച്ചോ? ഇന്ന് ഇരുട്ടും മുമ്പ് റോക്കി പാറമടയിൽ ഉണ്ടാവും. ഉണ്ടാവണം. ഉം. ഇപ്പോഴാ എനിക്കൊരു സമാധാനമായത്. കുഞ്ഞിൻ്റെ മനസ്സ് തെളിഞ്ഞപ്പോൾ ഈ വീട്ടിലെ വിളക്കം തെളിഞ്ഞു. ഇനി ആ കൊച്ചിനെ തിരിച്ചു കിട്ടിയാൽ തന്നെ അതിന് അമ്മയെ ഏൽപ്പിച്ചാൽ മതി. കുഞ്ഞ് എന്താ സഹായം വേണമെന്ന് വെച്ചാൽ അങ്ങ് ചെയ്താൽ പോരായോ? അല്ലാതെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കേണ്ടതാ എൻ്റെ അഭിപ്രായം. അതല്ല, അവൾ ഇങ്ങോട്ട് തന്നെ വരണം. ജേഡിയുടെ മകളെപ്പോലെ തന്നെ ഇവിടെ കഴിയണം. എന്നാലേ ആ മനസ്സ് തെളിയൂ. ജേഡി സാറിൻ്റെ മനസ്സൊക്കെ ഇനി കുഞ്ഞ് വിചാരിച്ചാൽ തന്നെ തെളിയും. അതിന് വേറെ ആരും വേണ്ട. വേണോ എൽദോ? ജിഷയെ മകളെപ്പോലെ സ്നേഹിച്ചു പോയ മനസ്സല്ലേ. പറിച്ചറിയാൻ പ്രയാസം കാണും. ചിലപ്പോ എന്റെ മുന്നിൽ അത് കാണിച്ചില്ലെന്ന് വരും. അത് വേണ്ട. എനിക്ക് വേണ്ടി ഇനി ജേഡി ഒന്നും മനസ്സിലടക്കണ്ട. ഒരു കുട്ടിയുടെ ജീവിതത്തിന് ലക്ഷ്യമുണ്ടാകുന്നൊരു കാര്യം കൂടിയല്ലേ. അവളെ ജേഡി അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് തന്നെ വളർത്തട്ടെ. നമുക്ക് ആ സ്നേഹം മാറി നിന്ന് ആസ്വദിക്കാം. അതിൽ സുഖം കണ്ടെത്താം. അതൊന്നും പറ്റത്തില്ല കുഞ്ഞ്. ഇപ്പം പറഞ്ഞു നോക്കിയാണ് കുഞ്ഞിൻ്റെ തീരുമാനമെങ്കിൽ ജിഷ കൊച്ചിൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് ജേഡി സാറ് നിൽക്കുമ്പം അമ്മയുടെ സ്ഥാനത്ത് കുഞ്ഞുണ്ടാവണം. അത് പറ്റുമോ? അതെന്തിനാ? ജിഷയ്ക്ക് അവളുടെ സ്വന്തം അമ്മയില്ലേ? അച്ഛനല്ലേ ഇല്ലാതുള്ളൂ. അവൾക്ക് ഇനിയൊരു ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെങ്കിൽ അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് മാർഗദർശിയാവാൻ ഒരാളുണ്ടായേ തീരൂ. അതാ ഞാൻ അവൾക്ക് നൽകാൻ പോകുന്നത്. ഒരു പുതിയ ജന്മം. എൻ്റെ കുഞ്ഞെ പിന്നെയും കൈവിട്ട കളി തന്നെ കളിക്കല്ലേ. നല്ലത് ചെയ്താൽ നാശമാണ് ഫലമെന്ന് അനുഭവം കൊണ്ട് പഠിച്ചില്ലയോ? കണ്ണുമടച്ച് ചാടിയാൽ കണ്ണീര് മാത്രമേ ബാക്കിയുണ്ടാവൂ. ഏയ്, ഇനി എനിക്ക് കരയേണ്ടി വരില്ലെന്ന് നല്ല ഉറപ്പുണ്ട്. മനസ്സിൽ നിന്ന് പറിച്ചു മാറ്റുമ്പോഴല്ലേ ഉള്ളൂ സങ്കടം. മനസ്സറിഞ്ഞ് നൽകുന്നത് സന്തോഷം കൊണ്ടല്ലേ. എനിക്ക് മനസ്സിലാകുന്നില്ല കുഞ്ഞിനെ. ഇതിലെന്തോന്നാ ഇത്രമാത്രം മനസ്സിലാക്കാൻ? ഈ ലോകത്ത് ആരും ആർക്ക് സ്വന്തമല്ല. എന്റെ ജീവിതം എന്നെ പഠിപ്പിച്ചതാ. എന്താണോ നമ്മുടേത് മാത്രമായിരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്, അതായിരിക്കും നമ്മൾ ആദ്യം നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് നമ്മൾ നമ്മളെ മാത്രം സ്നേഹിച്ച ജീവിതം സ്വസ്ഥം, സുഖം. നീ ഇങ്ങനെ കൊച്ചു പിള്ളേരെ പോലെ ആയാൽ എങ്ങനെ ഗ്ലാഡിസേ? ഞാൻ ഈ ജോലി ചെയ്യാൻ തുടങ്ങിയത് ഇന്നും ഇന്നലെയൊന്നും അല്ലല്ലോ. എസ്റ്റേറ്റിലെ ജോലി ഉള്ളതുകൊണ്ടാ ഇതുപോലൊരു വീട്ടിലും ഇത്രയും സെറ്റപ്പിലും ഒക്കെ കുറച്ചു നാളായിട്ടാണെങ്കിലും നമുക്ക് ജീവിക്കാനൊത്തത്. അത് നീ മറക്കല്ലേ. ഞാനൊന്നും മറന്നിട്ടില്ല. കഴിഞ്ഞതൊന്നും മറക്കാത്തോണ്ടാ എനിക്ക് വേവലാതി. എസ്റ്റേറ്റിലോട്ട് പോയാൽ ഇച്ചായൻ എന്നാവോന്ന് എനിക്കറിയാം. ഞാൻ കുറെ കണ്ടതല്ലയോ, അനുഭവിച്ചതല്ലയോ ഇച്ചായ. ആ എടി, അത് പണ്ടല്ലയോ. ഇപ്പൊ ഞാൻ അങ്ങനാണോ? ഇപ്പൊ എനിക്ക് കുടുംബ വിചാരം ഇല്ലയോ? നിന്റെ വിചാരം ഇല്ലയോ? ഇത് രണ്ടും ഇച്ചായം വിചാരിക്കണ്ട. സ്വന്തം വിചാരം ഉണ്ടായാ മതി. കള്ളും കഞ്ചാവും ഹണ്ടിങ്ങും. എനിക്കറിയാം ഇച്ചായം കാട് കയറിയ എന്തൊക്കെ ആവുമെന്ന്. നീ ഇങ്ങനെയൊക്കെ പറഞ്ഞ ഞാൻ എന്നാ ചെയ്യും? കുറച്ചു കാലമായിട്ട് ഒരു കുഴപ്പമില്ലാതെ ജീവിച്ചു പോയതായിരുന്നു. അതൊക്കെ ഇനി തകിടം മറിയും. തകിടം മറിയുന്നതേ ജോലിക്ക് പോവാതിരുന്നാല. മാസം 10-12,000 രൂപ മിനിമം വേണം ഈ വീടൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പോവാൻ. ഇതൊക്കെ എവിടുന്നുണ്ടാവും? അതൊന്നും എനിക്കറിയത്തില്ല. ഞാൻ മനസമാധാനത്തോടെ ജീവിച്ചത് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലാ. എനിക്കതുപോലെ ജീവിക്കണം. അതെങ്ങനാടി? കാത്തുവച്ച നിധികുംഭം കൈവിട്ട് പോയില്ലേ? ഇനി വല്ലതും ചെയ്യണമെങ്കിൽ നാദർ തിരിച്ചു വരണം. അതുവരെ പിടിച്ചു നിൽക്കണ്ടേ? എസ്റ്റേറ്റിലെ പണി വിട്ട ആദ്യം മുതലാളി പറയുന്നത് ഈ വീട് ഒഴിയാനായിരിക്കും. പിന്നെ നമ്മൾ എങ്ങോട്ട് പോവും? 2 ലാർജ് അടിച്ചാൽ ഞാൻ എവിടെയും കിടക്കും. നീയോ
ഇതിന്റെ താഴത്തോട്ട് നിനക്ക് ഇനി ഇറങ്ങി പോകാൻ പറ്റുമോ ഗ്ലാഡിസേ? ഇല്ല, ഇതിന്റെ മുകളിലോട്ടല്ലാതെ താഴത്തോട്ടിന് ഗ്ലാഡിസ് ഇല്ല. ഉണ്ടെങ്കിൽ അത് മണ്ണിനടിയിലോട്ടായിരിക്കും. ആ, എങ്കിൽ പിന്നെ നീ ഉറച്ചു നിൽക്കേ. ജീവിക്കണമെങ്കിൽ കാശ് വേണം. ഞാൻ അതുണ്ടാക്കി വെച്ചും വരാം. എപ്പോ? കൊല്ലത്തിലൊരിക്കലോ? അല്ല, മാസത്തില്. മാസത്തിലൊരിക്കലോ? അല്ല, ആഴ്ചയിലൊരിക്കൽ ഞാൻ വന്നോളാം. അത് പോരാ. ബൈക്ക് എടുത്തല്ലയോ പോണത്? ഈ 2 ദിവസം കൂടുമ്പോ റോക്കി ചായൻ ഇവിടെ ഉണ്ടാവണം. ശരി ശരി, എന്നാ പിന്നെ ഞാൻ ഇറങ്ങുക. വേണമെങ്കിൽ ദിവസവും വരാം. എന്നത് അത് മതിയോ? എന്നെ ബോധിപ്പിക്കാൻ വരണ്ട. സ്വയം നന്നാവണമെന്ന് വിചാരം ഉണ്ടെങ്കിൽ വന്നാ മതി. നീ എന്നെ താടി ഒരു വഴിക്ക് പോകുമ്പോ ഒരുമാതിരി. ഞാൻ എന്റെ ജോലിക്കല്ലയോ പോകുന്നേ? ആ, ഒന്ന് ചിരിച്ചേ. ആ, മതി മതി സ്നേഹിച്ചത്. ഈ വിചാരം ഇവിടുന്ന് ഇറങ്ങിയാലും ഉണ്ടായാ മതി. ഉണ്ടാവും ഗ്ലാഡിസേ, ഇനി എന്നും ഉണ്ടാവും. നീ അല്ലയോ എന്നെ ഈ നിലയിൽ എത്തിച്ചത്. നീ സമാധാനമായിട്ടിരി. നമുക്കും ഒരു സമയം വരും. അതുവരെ ഒന്ന് പിടിച്ചു നിൽക്കാൻ ഈ ചായന് കാട് കയറിയേ പറ്റൂ. പോയച്ചും വരട്ടെ. ജയമോളുടെ ഫോട്ടോ പോലീസിൽ ഏൽപ്പിച്ചെന്ന് പറഞ്ഞിട്ട് ഇതുവരെ പത്രത്തിലൊന്നും വന്ന് കണ്ടില്ലല്ലോ. കാണുവാനില്ലാന്ന തലക്കെട്ടോടെ പത്രത്തിൽ ഫോട്ടോ വരുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല. അതൊക്കെ എനിക്കറിയാം. ഞാൻ ചോദിച്ചത് ജയെക്കുറിച്ച് അടുത്തെങ്ങാനും വല്ല വിവരവും കിട്ടുമെന്ന് അറിയാനാ. ഫോട്ടോസിൻ്റെ കോപ്പി പ്രധാന സ്റ്റേഷനിലൊക്കെ പോയിട്ടുണ്ട്. ഇത്രത്തോളം ആയ സ്ഥിതിക്ക് ഇനി അതിൻ്റെ റിസൾട്ടും കൂടി വന്ന ശേഷം പത്രത്തെ ഔട്ട് ചെയ്താൽ മതിയെന്ന് സിയെ തന്നെ തീരുമാനിച്ചു. പിന്നെ അങ്ങനെ ഒരു വാർത്തയും ഫോട്ടോയൊക്കെ വരുന്നതിൽ ജയയുടെ കോളേജുകാർക്കും ചെറിയ പ്രയാസമുണ്ട്. എക്സാം കഴിഞ്ഞിറങ്ങിയ വിദ്യാർത്ഥിനിയെ കാണാനില്ല എന്നൊക്കെ വാർത്ത വന്നാൽ അവർക്കും കൂടെ മോശമല്ലേ എന്ന് കരുതിയിരുന്ന കുട്ടിയെ തിരിച്ചു കിട്ടണ്ടേ? പത്രത്തിൽ പടം വരുത്തുന്ന കാര്യം ഗീതയെ കൊണ്ട് സമ്മതിപ്പിച്ചെടുക്കാൻ പെട്ട പാട് എനിക്കല്ലേ അറിയൂ. ഇപ്പൊ അവള് ചോദിക്കുന്നതേ മോളെക്കുറിച്ചുള്ള അന്വേഷണം എല്ലാരും നിർത്തിയോന്നാ. നീ അവളോട് ബേജാറാവാതിരിക്കാൻ പറ. പ്രതീക്ഷയ്ക്ക് വകയുള്ള ചില സൂചനകളൊക്കെ കോളേജിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടെന്നാ ഇന്ന് വിളിച്ചപ്പോൾ സുഭാഷ് പറഞ്ഞു. എന്ത് സൂചന? കാണാതാവുന്ന ദിവസം ജയ കോളേജിൽ വെച്ച് ആർക്കും ഫോൺ ചെയ്തിട്ടുണ്ട്. അതും എക്സാം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ്. ഏതാണ്ട് 5 മിനിറ്റോളം അവൾ സംസാരിച്ചിരുന്നു. പടച്ചോനെ, അതാർക്കായിരിക്കും അവള് ഫോൺ ചെയ്തത്? അവളിനി വല്ല കാമുകന്റെ കൂടെ ഒളിച്ചോടി പോയതാവോ? ഏയ്, അങ്ങനെയുള്ള കണക്ഷനിലൊന്നും അവൾ ചെന്ന് പെടില്ല. പിന്നെ ആർക്കാ അവള് ഫോൺ ചെയ്തത്? ഗീതയോ മണിയമ്മയോ ഇവിടേക്കോ അവള് വിളിച്ചിട്ടില്ല. ആ, ഇപ്പോഴത്തെ കുട്ടികളാ, എന്തൊക്കെയാ മനസ്സിൽ വെച്ച് നടപ്പെന്ന് ആർക്കറിയാം. ദേ, നീ ഈ വക വർത്താനമൊന്നും ഗീതയുടെ അടുത്ത് നിന്ന് പറയരുത്. പിന്നെ ഞാനിതിപ്പോ പാടി നടക്കാൻ പോവല്ലേ? ഗീതയുടെ വിഷമം നിങ്ങളെക്കാൾ നന്നായിട്ട് എനിക്കറിയാം. ആകെയുള്ളൊരു മകളെ ഓർത്ത് അവള് പിടയ്ക്കണ കാണുമ്പോ മക്കളില്ലാതിരുന്നത് നന്നായെന്ന് പോലും എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ, ജയ ആർക്കോ ഫോൺ ചെയ്ത കാര്യം നീ ഗീതയോട് പറയാതിരിക്കണ്ട. ഇനി നമുക്കൊന്നും അറിയാത്ത വേറെ ആരെങ്കിലും ഉണ്ടോയെന്ന് ഗീതയ്ക്ക് അറിയാമെങ്കിലോ? ജയ മോള് ഫോൺ ചെയ്തത് ആർക്കാണെന്ന് അറിഞ്ഞാൽ ഒപ്പം ജയയും കിട്ടിയേക്കാം. മനുവേട്ടിന് ഊഹിക്കാൻ കഴിയുന്നുണ്ടോ ജയ് എന്ന ആർക്കായിരിക്കും ഫോൺ ചെയ്തതെന്ന്? എടി, നിനക്ക് ഊഹിക്കാൻ പറ്റാത്ത എനിക്ക് ഊഹിക്കാൻ പറ്റുമോ? ആലോചിച്ചിട്ടാണെങ്കിൽ ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. എനിക്ക് തോന്നുന്നത് നമ്മളൊന്നും അറിയാതെ അവൾക്ക് വെല്ലിച്ചനായ കണക്ഷൻ ഉണ്ടായിരിക്കുമെന്നാ. ഒരിക്കൽ അദ്ദേഹം കത്തയച്ച കാര്യം അവള് പറഞ്ഞിരുന്നില്ലേ? അതിൽ ചിലപ്പോ ഏതെങ്കിലും ആശ്രമത്തിന്റെ അഡ്രസ്സും ഫോൺ നമ്പറും ഉണ്ടായിരുന്നിരിക്കും. അത് ശരിയാ, ആ ഒരു റൂട്ട് ചിന്തിക്കാവുന്നതാ. ഇവിടെ നിൽക്കാൻ പറ്റില്ലാന്ന് തോന്നിയപ്പോൾ വിശ്വേട്ടന് ഫോൺ ചെയ്ത് ജയ നേരെ അങ്ങോട്ട് പോയി കാണും. ഇവിടെ എല്ലാം ഒന്ന് കലങ്ങി തെളിഞ്ഞ ശേഷം തിരിച്ചു വരാമെന്ന് വിശ്വേട്ടനും വിചാരിച്ചു കാണും.
എങ്കിൽ പോലീസ് മനുവേട്ടനെ വിളിച്ച് അന്വേഷിക്കുമ്പോ ഈ കാര്യം പറഞ്ഞേരെ. സി ഐ ചോദിക്കുമ്പോ ഈ ഒരു ചിന്ത എനിക്ക് വന്നില്ല. ഇല്ലെങ്കിൽ അപ്പ തന്നെ പറഞ്ഞേനെ. എനിക്ക് ഈ പോലീസ് അന്വേഷണം തീരെ പിടിക്കാത്ത. ഒന്നാമത് അതൊരു പെൺകുട്ടിയാ. അവർ ഈ നാട് മൊത്തം നാറ്റിക്കും. അങ്ങനെയൊന്നുമില്ല. വളരെ രഹസ്യമായിട്ടാ സി ഐ അന്വേഷിക്കുന്നത്. പിന്നെ CBI അല്ലേ രഹസ്യാന്വേഷണം നടത്താൻ. എൻ്റെ ദിയ 2 ദിവസം നടന്നിട്ട് ഒരു തുമ്പും കിട്ടിയില്ലെങ്കിൽ പോലീസിന്റെ സ്വഭാവം മാറും. സംശയം തോന്നുന്നവരെ എല്ലാം പിടിച്ച് ചോദ്യം ചെയ്യും. അതോടെ രഹസ്യാന്വേഷണം പരസ്യമാവുകയും ചെയ്യും. എന്ന് വെച്ച് യാതൊരു അന്വേഷണവും ഇല്ലാതെ ജയെ തിരിച്ചു കിട്ടണ്ടേ മനുവേട്ടാ? തിരിച്ചു കിട്ടലല്ല ഇടി, അവിടെ തിരിച്ചു വരവാ ഞാൻ പ്രതീക്ഷിക്കുന്നത്. ജയോട് ഇഷ്ടമുള്ളവരെല്ലാം അങ്ങനെ വേണം ചിന്തിക്കാൻ. അല്ലാതെ പോലീസും ബഹളവും. ഇടി, ഇതിലും ഭേദം കാണാനില്ല എന്ന് പറഞ്ഞ് പത്രത്തിലോ TV-യിലോ ഒക്കെ പരസ്യം ചെയ്യുന്നതായിരുന്നു. 2 ദിവസം കൊണ്ട് വിവരമൊന്നും കിട്ടിയില്ലെങ്കിൽ അതും വേണ്ടിവരുമെന്നാ സി ഐ പറഞ്ഞത്. പക്ഷേ എന്റെ മനസ്സ് പറയുന്നു അതിൻ്റെ ഒന്നും ആവശ്യം വരില്ലാന്ന്. ജയ ഫോൺ ചെയ്ത ആളെ അതിനു മുമ്പ് തന്നെ സി ഐക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അയ്യോ, എനിക്ക് ഒന്ന് പത്രാവശ്യം വരെ പോണം. അപ്പൊ എന്നെ വീട്ടിൽ കൊണ്ട് വിടുന്നില്ലേ? ഓ ഇല്ല ദിയ, ഇപ്പൊ തന്നെ ഒരുപാട് വൈകി. നീ ഒരു കാര്യം ചെയ്യ്, ഒരോട്ടോ പിടിച്ചു വെക്കോ. നമുക്ക് നാളെ കാണാം. എന്തെങ്കിലും അറിഞ്ഞാൽ ഞാൻ ഫോൺ ചെയ്യാം. ശരി. ജെഡി സാറല്ലേ? അകത്തുണ്ട്, കയറിയിരിക്കും. ആ മനു വാ ഇരിക്കെ. താങ്ക് യു സാർ. പിന്നെ വിശേഷം എന്തെങ്കിലും? ഉണ്ട് സാർ. ജിഷയെക്കുറിച്ചുള്ള പോലീസ് അന്വേഷണം കുറച്ച് പ്രശ്നമാവാനിടയുണ്ട്. അവർ കോളേജിൽ നിന്ന് തെളിവെടുത്തു, ദിയ ചോദ്യം ചെയ്തു. ഇപ്പോ എന്നെ അന്വേഷിച്ച് നടക്കുക. സാരമില്ല, നമുക്ക് അതുമായി സഹകരിക്കാം. അല്ലാതിപ്പോ ഇത്ര ദിവസമായിട്ട് നമുക്ക് ജിഷയെക്കുറിച്ച് യാതൊരു ഇൻഫർമേഷനും കിട്ടാത്ത സ്ഥിതിക്ക് പോലീസ് തന്നെ അവളെ കണ്ടുപിടിക്കട്ടെ. പക്ഷെ സാർ, പോലീസ് ഇടപെട്ടു എന്നറിഞ്ഞാൽ പിന്നെ... സംസാരിച്ചോളൂ, ഞാൻ നിൽക്കുന്നില്ല. കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. മനു ടെൻഷനാവുന്നത് ജിഷയുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ഓർത്തിട്ടല്ലേ? തൽക്കാലം അത് മറന്നേക്ക്. ആദ്യം അവളെ തിരിച്ചു കിട്ടട്ടെ, പിന്നീടുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് വിട്. ഞാൻ പറയുന്ന അതല്ല സാർ. ഒരു പോലീസ് ഇടപെടൽ അവളെ കൂടുതൽ ഉൾവലിയാനേ പ്രേരിപ്പിക്കുകയുള്ളൂ. സാറിന്റെ സ്നേഹത്തിന് മാത്രമേ അവളെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റൂന്നാണ് എൻ്റെ വിശ്വാസം. നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് അവളുള്ള സ്നേഹത്തിന് ഒരു കുറവും സംഭവിച്ചിട്ടില്ല. നാദരുടെ പ്രയാസം മനസ്സിലാക്കി കുറച്ചു ദിവസം മാറ്റി താമസിപ്പിക്കാൻ ആലോചിച്ചിരുന്നെങ്കിലും ഇപ്പോഴതിൻ്റെ ആവശ്യം പോലുമില്ല. ജിഷയെ ഏതർത്ഥത്തിലും അംഗീകരിക്കാൻ തയ്യാറായിട്ട് നാദര വന്നിരിക്കുന്നത്. പക്ഷേ അവള് തിരിച്ചു വരാതൊക്കെ എങ്ങനെ ബോധ്യപ്പെടുത്താൻ പറ്റും? പക്ഷെ സാർ, ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടാണ് അവൾ പോയതെങ്കിൽ ആ ലക്ഷ്യത്തിൽ എത്തും വരെ അവൾക്ക് ചുറ്റും സംഭവിക്കുന്നത് എവിടെയെങ്കിലും ഇരുന്ന് അവൾ വീക്ഷിക്കുന്നുണ്ടാവില്ല സാർ. ഏതെങ്കിലും തരത്തിൽ അറിയാൻ ശ്രമിക്കുന്നുണ്ടാവും. അതിനിടയിൽ നാദര മാഡവുമായി സാർ വീണ്ടും ഒരുമിച്ചു എന്നറിഞ്ഞ... മനു, നാദരയും ഞാനും പിരിഞ്ഞു കാണാൻ ആഗ്രഹിച്ചാണ് അവൾ പോയതെങ്കിൽ ആ സ്വാർത്ഥത അവൾ ഉപേക്ഷിച്ചേ പറ്റൂ. ഇതിലെ ഒരു കാര്യം എന്താണെന്നറിയാം മനുവിന്? ജിഷ എൻ്റെ ആരുമല്ലെന്നറിഞ്ഞിട്ടും എനിക്ക് വേണ്ടി എൻ്റെ ഉള്ളറിഞ്ഞ് അവളെ അംഗീകരിക്കാൻ തയ്യാറായി വന്നിരിക്കാൻ നാദര. അങ്ങനൊരു മനസ്സ് ഇതുവരെ കാണാനാവാതെ പോയത് എൻ്റെയും ജിഷയുടെയും തെറ്റാണ്. എനിക്ക് എതിർത്താൻ കഴിഞ്ഞു. തിരിച്ചു വന്ന് ജിഷയ്ക്കും ഞങ്ങളോടൊപ്പം താമസിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവളും നാച്ചുറലി അതിന് തയ്യാറാവണം. ഇല്ല സാർ, എൻ്റെ കണക്കൂട്ടിൽ വെച്ച് നോക്കുമ്പോൾ ജിഷ ഒരിക്കലും അതിന് തയ്യാറാവും തോന്നുന്നില്ല. സാറിൽ നിന്നുള്ള സ്നേഹവും സ്ഥാനവും കൈവിട്ടു പോകുന്നുള്ള വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് ജിഷ ഇവിടുന്ന് പോയെന്ന് നമുക്കറിയാമല്ലോ. അതിന് പുറമെ ഇതെല്ലാം കൂടി അറിഞ്ഞാൽ അവൾ ചിലപ്പോൾ... ഏത് സോഴ്സ് കൂടി അവൾ അത് അറിയാൻ സാധ്യത എന്നാദ്യം കണ്ടുപിടിക്കുക. അതിലൂടെ അവളെ തന്നെ കണ്ടെത്താൻ കഴിഞ്ഞാൽ ആ മനസ്സിൻ്റെ എല്ലാ പ്രോബ്ലംസും ഞാൻ തീർത്തു കൊടുത്തോളാം. മൈ ക്വസ്റ്റ്നസ്, അതിന് മനുവിന് പറ്റും. അത് മിസ്സിംഗ് ആവുന്ന ദിവസം ജിഷ ആർക്കോ കോളേജിൽ നിന്ന് ഫോൺ ചെയ്തായിട്ട് തെളിഞ്ഞിട്ടുണ്ട്. പോലീസ് ഇപ്പോൾ അതിൻ്റെ പുറകെയാന്ന് കേട്ടു. ചിലപ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടിക്കൂടുന്നില്ല. എന്നാ ഞാൻ ഇറങ്ങട്ടെ സാർ. കുടിക്കാനും തുടങ്ങുന്നു തോന്നുന്നു. വേണ്ട സാർ, പ്രസ് ക്ലബ്ബിൽ വരെ പോകേണ്ട ഒരു അത്യാവശ്യമുണ്ട്. ഓക്കെ, എന്നാ വരട്ടെ സാർ.
പോയോ? ഉം. ഞാൻ കുടിക്കാൻ എടുക്കുന്നെന്ന് പറഞ്ഞിട്ട്. അവന് പ്രസ് ക്ലബ്ബോ മീറ്റിംഗോ എന്താ പറഞ്ഞു. ജിഷയുടെ കാര്യത്തിൽ കുറച്ച് ദിവസമായിട്ട് അവൻ വല്ലാതെ വെറിയില്ല. അവർ തമ്മിൽ വേറെ കണക്ഷൻസ് ഒന്നും ഇല്ലെന്ന് സമ്മതിച്ചിട്ടുണ്ട്. എന്നാലും സംസാരിക്കുന്ന മുഴുവൻ അവളുടെ മനസ്സ് വെച്ചാ എന്തായിരിക്കും? അല്ല, പ്രത്യേകിച്ച് ആരും തുണയില്ലാത്ത ജിഷയോട് പ്രത്യേകമായിട്ടൊരു അനുകമ്പ ഉണ്ടാവാം. അതിനെ നമ്മൾ വേറെ രീതിയിലൊന്നും സംശയിക്കണ്ട ജെഡി.